ഹലോ, ഞാനേ എൻ്റെ വീട്ടിൽ കുറച്ച് പയറൊക്കെ നട്ടിട്ടുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാ. പിന്നെ എന്താന്ന് അറിയാമോ, അതിനകത്ത് എന്താ വിശേഷം എന്ന് ചോദിച്ചാ എല്ലാവരും നടന്നല്ലേ, പക്ഷെ അത് നട്ടിരിക്കുന്ന സ്ഥലമാണ് കൗതുകരം. കാണിച്ചു തരാം. ദേ ഇത് നോക്ക്, എൻ്റെ പഴയ ഫ്രിഡ്ജാട്ടോ. അപ്പൊ ഞാൻ പറയണ എന്നാന്ന് വെച്ചാ, നമ്മുടെ വീട്ടിൽ പഴയ ഫ്രിഡ്ജൊക്കെ ഇരിക്കുമ്പോ നമ്മൾ എന്തെങ്കിൽ എന്ത് ചെയ്യും, വല്ല ആക്രിക്കൊക്കെ എടുത്തു കൊടുക്കും. പക്ഷെ ആക്രിക്ക് എടുത്തു കൊടുക്കരുത്. ഇതുപോലെ വെക്കുകയാണെങ്കിൽ നല്ല ഗ്രോ ഉണ്ടാവും. ഇപ്പൊ സാധാ ഗ്രോ ബാഗിൽ വെക്കണേക്കാളും നന്നായിട്ട് നമുക്ക് നന്നായിട്ട് വരും. അതുപോലെ ഞാനിവിടെ ചീരയൊക്കെ നട്ടിട്ടുണ്ട്. കൊറേ പറിച്ചു കിട്ടും. അതേ ചീര പറിച്ച് ഇങ്ങനെ വെച്ചേക്കുവാണ്. കണ്ടോ, ചീര തീർന്നു. ഇനിയിപ്പം കൊറേ പ്രാവശ്യമായി, 2, 3, 4ാമത്തെ പ്രാവശ്യം ഇത് പറിക്കണത്. ഞാനിതേ പകുതി പയറ് പറിച്ചു കഴിഞ്ഞപ്പോൾ വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചേ. ഇപ്പം ഈ ഒരു ഭാഗത്തിന്റെ ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്തുനിന്ന് മാത്രം കിട്ടിയേക്കണ പയറാണ്. ഇനിയിപ്പൊ അങ്ങോട്ട് കുറച്ച് നട്ടിട്ടുണ്ട്. 2, 3, 4 ചോട നട്ടിട്ടുള്ളൂ. എന്നാലും നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് കിട്ടും. അപ്പൊ വീടിന് സ്ഥലമില്ല അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമുക്ക് നമ്മുടെ ടെറസ് ഉണ്ടോ, അവിടെ നമുക്ക് അത്യാവശ്യം ഡെയിലി കുക്ക് ചെയ്യാനുള്ള കിട്ടും. ഇപ്പം ഒത്തിരി ഒന്നും നമുക്ക് നടാൻ പറ്റിയിട്ടില്ല, കുറച്ച് ഇത് കൂട്ടൊക്കെ ആയിട്ട്. ഇതുണ്ട്, അതവിടെ ഒരാൾ തുള്ളി തുള്ളി നടക്കുന്ന കാരണം അയ്യോ അവിടെ ഒന്ന് മൂറണ അതുകൊണ്ട് ഇവിടെ അധികം ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ഇച്ചിരി വലുതായി കാരണം മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വിത്തൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി. നേരത്തെ ഒത്തിരി നടുവായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് വിശേഷം. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല, ഞങ്ങളുടെ മിക്ക വീടുകളിലും ഇത് തന്നെയാണ്, കൃഷിയാണ്. അവിടെ നോക്കിയിട്ട് ഒരു തണ്ണിമത്തൻ ഇരിക്കണോ, നല്ല സൂം ചെയ്തോ എനിക്ക്. അതൊരു ചെറിയ കൃഷിക്കാരൻ്റെ കേട്ടോ. അത് പിന്നെ അപ്പൊ അങ്ങോട്ട് നോക്കിക്ക്, ആ കരിവേപ്പില കാണുമ്പോഴേ ഞങ്ങളുടെ വീട്ടിന്റെ സൈഡിൽ നിന്ന് നട്ടക്കണേന്ന് വിചാരിക്കും. പക്ഷെ അത് അപ്പുറത്തെ വീട്ടില. പക്ഷെ അത് ഞങ്ങളുടെ വീട് പോലെയാണ്. അവിടെ അടുപ്പിച്ച് 2 വീടും കൂടെ ഉണ്ട്. ഞങ്ങൾ 3 പേരുടെയും കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ ഇതുണ്ടോ വാഴ. പക്ഷെ വാഴ, ഈ തെങ്ങ്, ഇത് രണ്ടും താഴെയാണെങ്കിലും ഞങ്ങൾക്ക് മുകളിൽ കയറിയാലേ പറിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ഞാൻ പറയുന്നത്, വീട്ടിൽ ഒരു കറി വെക്കണമെങ്കിൽ ഇവിടെ കയറിയാൽ മതി. തേങ്ങയ്ക്ക് തേങ്ങ, കരിവേപ്പിലയ്ക്ക് കരിവേപ്പില, ചെടി പയറ്, അങ്ങനെ. അപ്പൊ നമുക്ക് അത്യാവശ്യം ഡെയിലി കിട്ടാനായിട്ട് നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെ മതി. പുറത്തു പോയി വാങ്ങേണ്ട ആവശ്യമില്ല. അധികം കൃഷിയൊന്നും ഇപ്പൊ ഈ പ്രാവശ്യം ചെയ്തിട്ടില്ല. നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം നമുക്ക് ഇവിടെ കുറച്ചും കൂടെ ശരിയാക്കാനുണ്ട്. ആ കുരിപ്പിനെ കണ്ടില്ലേ, ഇവിടെ കണ്ണ് തെറ്റിയ കയറിയ പ്രശ്നമായതുകൊണ്ട് ഒരുവിധം സെറ്റ് ആക്കിയതാ. ഇത് കണ്ടോ, ഇതെന്തിനാന്നറിയാമോ, തേങ്ങ പറിക്കാൻ വേണ്ടിട്ടാ. അല്ലോ, എന്തേ കാണിക്കണേ? എന്റെ മോഹം കാണിക്കരുത് അമ്മച്ചി. സത്യം പറഞ്ഞ ഞാനല്ല കേട്ടോ ഇത് നട്ടാക്കണെന്ന് പറയാം. ഇത് മെയിനായിട്ടും ചേട്ടായും അമ്മച്ചിയാണ് നോക്കുന്നത്. പിന്നെ എന്റെ വീട്ടിൽ എടുക്ക നോക്കാറുണ്ട് കേട്ടോ. അത് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവും. ഇതേണ്ടോ, ഇന്നത്തെ കറിക്ക് വേണ്ടിയിട്ട് പറിച്ചതാട്ടോ. നല്ല നീട്ടമുണ്ട്, അതുമല്ല നല്ല മധുരം കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞങ്ങളുടെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നതാണോന്നറിയില്ല. കഴിക്കാൻ നല്ല മധുരമാണ്. പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മധുരം ഉണ്ടാവും ചെറിയ രീതിയിൽ, പക്ഷെ ഇതിന് കുറച്ചും കൂടി മധുരം കൂടുതലാണ്. ഈ സമയത്തിന്റെ ആയിരിക്കും അല്ലേ. അതുപോലെ ചീര കിട്ടിയിട്ടുണ്ട്. എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ചാടിക്കൊണ്ടേയിരിക്കുക. ഇപ്പം ചീരയുടെ വയസ്സ് തീരാറായി, ഇനിയിപ്പം പുതിയത് പാകാറായി. ഇത്രേ ഉള്ളൂ. ബൈ. ചീരയുടെ കേസും. അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ പറ. ബൈ, ഇങ്ങോട്ട് നോക്കി പറ. ബൈ.